കളത്തിനകത്തും പുറത്തും ഒരുപാട് കളികൾ കണ്ട ആളാണ് IM വിജയൻ. ഇപ്പോൾ IM വിജയൻ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. IM വിജയൻ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇന്ന് പടിയിറങ്ങുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നിപ്പോൾ വിരമിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായുള്ളൊരു സംഭവമാണെങ്കിൽ പോലും വിരമിക്കാനുള്ള കൽപ്പന വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താണ് IM വിജയൻ എന്ന കാൽപന്ത് കളിക്കാരൻ്റെ മനസ്സിലുള്ളത്? ഇല്ല, ഒന്നുമില്ല ചേട്ടാ. വിരമിക്കുന്ന ടൈമാകുമ്പോൾ എന്തായാലും വിരമിക്കണ്ടേ? വയസ്സായില്ലേ, 56 വയസ്സായിട്ടുള്ളൂ നമുക്ക് ജോലി. അത് വിരമിക്കുന്ന വലിയ സന്തോഷമുണ്ട് ചേട്ടാ. കാരണം കേരള പോലീസിൽ തന്നെ തുടരാൻ പറ്റി, അവിടെ തന്നെ ജോലി കിട്ടി, അവിടെ നിന്ന് തന്നെ റിട്ടയർഡ് ആവാം. ഫുട്ബോളിൻ്റെ മെക്ക എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത്, മലബാർ സൈഡിൽ നിന്ന്, അത് MSPന്ന് ഒരു ഫുട്ബോൾ പ്ലെയറായ ഞാൻ റിട്ടയർമെൻറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അതിനിടയിൽ ഇന്നലെ ഒരു പ്രൊമോഷൻ കിട്ടി, എല്ലാം കൊണ്ടും വലിയ സന്തോഷമാണ്. ഈ കാൽപന്ത് കളിക്ക് വലിയ ആവേശമാണല്ലോ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ. അവിടെ നിന്ന് തന്നെ താങ്കൾ വിരമിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ മനുഷ്യർക്ക് കളിയാണ് ലഹരി. ഫുട്ബോളൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സേവിക്കാനും അവിടെ നിന്ന് വിരമിക്കാനും കഴിയുന്നതും ജീവിതത്തിൽ താങ്കൾ കിട്ടിയ മറ്റൊരു ഭാഗ്യമാണ്. അത് എനിക്കെന്നല്ല ചേട്ടാ, ഫുട്ബോളേഴ്സിന്, അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോളേഴ്സിന് മലപ്പുറത്തുനിന്ന് ഒരു വിരമിക്കൽ കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം അത്രയധികം ഫുട്ബോൾ പ്രേമികളുള്ള സ്ഥലമാണ്. നമ്മുടെ ISL ഒക്കെ നടക്കുന്നത് തന്നെ ഈ മലപ്പുറം, കോഴിക്കോടുള്ള, മലബാറിലുള്ളവർ വന്നതുകൊണ്ടാണ്. ഇത്രയധികം ആരാധകർ വരുന്ന കാരണം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു റിട്ടയർമെൻറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ചേട്ടാ. എന്തായാലും താങ്കളുടെ പ്രായമൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഔദ്യോഗികമായിട്ട് സർക്കാർ സർവീസ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രായത്തിൽ വിരമിച്ചേ പറ്റും. പക്ഷേ കളിക്കളത്തിൽ ഇത്രയധികം ആവേശം നിറയ്ക്കാൻ പറ്റിയ ഒരു കാൽപന്ത് കളിക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു ഫുട്ബോളർ എന്നുള്ള നിലയിൽ, ഇന്ത്യ അറിയുന്ന ഒരു ഫുട്ബോളർ എന്ന നിലയിൽ താങ്കൾ ഇനിയുള്ള ഓപ്പറേഷൻസ് എന്തായിരിക്കും? കാര്യം കളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, കളമിട്ടൊരു കളിയില്ലല്ലോ നമുക്ക്. ഇല്ല ചേട്ടാ, പോലീസിനെ റിട്ടയർഡ് ചെയ്തോ, ഫുട്ബോളിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മറ്റേ രാജാട്ടനായിട്ട്, റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സത്യമായിട്ട് എനിക്കൊരു നല്ലൊരു സ്ഥലം കിട്ടാൻ വെച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഞാൻ തുടങ്ങും. നല്ല റെസിഡൻസ് അക്കാഡമി, അല്ലാണ്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമല്ല, നല്ല റെസിഡൻസ് അക്കാഡമി തുടങ്ങാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. അത് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി തുടങ്ങും ചേട്ടാ. നല്ല തീരുമാനമാണത്. ഒരുപാട് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ നിന്നാണല്ലോ താങ്കൾ യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു ഖ്യാതി ജീവിതത്തിൽ ഉണ്ടാക്കുകയും ഒരുപക്ഷെ ആൾക്കാർക്ക് വലിയ മോഡലാവുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴും അവസരങ്ങൾ കിട്ടാതെ പോകുന്ന ഒരുപാട് ഫുട്ബോളേഴ്സ് നമുക്കിടയിലുണ്ട്. ഒരുപക്ഷെ ഒരു കൈത്താങ്ങാകാൻ കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾക്ക് വളരെ രംഗത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം IM വിജയൻ എന്നുള്ള ഒരു ഇമേജ്, ഒരു മോഡൽ പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച് താങ്കൾ ആലോചിച്ചിട്ടുണ്ടാവും? അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു അക്കാഡമി തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും ഇന്ത്യ കളിക്കാൻ പറ്റിയാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാനൊരു 3 കൊല്ലം ക്യാമ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ വന്നത്. പിന്നെ അതിന് റെഡിക്കും കേരള പോലീസാണ് ഈ നിലയ്ക്ക് എത്തിച്ചത്. IM വിജയൻ എന്നുള്ളൊരു ലേബിൾ ഉണ്ടാക്കി തന്നത് കേരള പോലീസാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അതേപോലെ ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന്, പക്ഷെ അത് കുറച്ച് സമയം പിടിക്കും. ഒരു സ്റ്റേറ്റോ ഇന്ത്യക്ക് കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആവുകയാണ് ഫുട്ബോളിനോടുള്ളത്. ഈ IM വിജയൻ എന്നുള്ള കുടുംബനാഥൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കളിക്കളം വിട്ടാൽ വീട്ടിൽ കയറുന്ന സ്വഭാവമാണോ, അതോ കൂടുതൽ സമയം? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലും പല സുഹൃത്തുക്കളുമായി ഒരുപാട് മണിക്കൂർ ചെലവഴിക്കുന്ന IM വിജയൻ എന്ന നല്ല സ്നേഹിതനെ. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ വീട്ടുകാർക്ക് പറയാൻ ഒരു കാരണമായല്ലോ, ഇപ്പോൾ റിട്ടയർ ചെയ്തല്ലോ, അപ്പോൾ വീട്ടിൽ കാണുമോ, വീട്ടിന് പുറത്ത് കാണുമോ? ഞാനും പോലീസിലുള്ളപ്പോഴും പോലീസ് ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ് കേട്ടോ. എനിക്ക് ഫ്രണ്ട്സ് സർക്കുലേഷൻ കുറച്ച് കൂടുതലാണ്. എനിക്ക് അവരുടെ ബ്രേക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ചെല്ലും, അവരായിട്ട് സംസാരിക്കും. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഫാമിലിയോട് പറയാൻ പറ്റാത്ത കാര്യം എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കും. അത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു അസറ്റാണ്. എന്തായാലും ഈ വിരമിക്കുന്ന ഈ വേളയിൽ താങ്കൾക്ക് ഒരു ഏറ്റവും സഹായിക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണ്.
ഒരു സന്തോഷമുള്ളൊരു ഓക്കെ. എനിക്കറിയാം, എനിക്ക് താങ്കളുടെ സൗഹൃദബലം അറിയാം. ആ സംഘശക്തി തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി, ഗവൺമെൻറ്റിലൂടെ താങ്കളെ അംഗീകരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ സന്തോഷത്തോടെ വിരമിക്കുകയാണ്. താങ്കൾക്ക് 24 ഒരു ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട് ചാറ്റ്നി 24. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ ഗവൺമെൻറ് വേണ്ട അംഗീകാരവും നൽകി. മാത്രമല്ല അദ്ദേഹം സർവീസിൽ നിന്ന് മാത്രമേ വിരമിക്കുന്നുള്ളൂ. എന്തായാലും കാൽപന്ത് കളിയിൽ നിന്ന് IM വിജയനെ പോലൊരു വ്യക്തിപ്രഭാവത്തിന് മാറി നിൽക്കാൻ കഴിയില്ല.